ഹാപ്പി ഓണം. ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ടിപ്സ് ഓഫ് ഹാപ്പി ലൈഫ് എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് ഞങ്ങളുടെ ഓഫീസിലെ ഓണവിശേഷങ്ങളും ഓണസദ്യയും ഒക്കെയാണ് കാണാൻ പോകുന്നത്. അതുപോലെ പൂക്കളം ഉണ്ട്. പിന്നെ എനിക്കിത്തിരി മുല്ലപ്പൂ ഒക്കെ അവിടെ വെച്ചിട്ടുണ്ടാകും എന്ന് കരുതുന്നു. അപ്പൊ എന്തായാലും നമുക്ക് അവിടുത്തെ വിശേഷങ്ങളൊക്കെ കാണാം. അതുപോലെ തന്നെ ഇന്ന് നമ്മുടെ ടിപ്സ് ഓഫ് ഹാപ്പി ലൈഫ് എന്ന യൂട്യൂബ് ചാനലിൽ ഒരു വെബ്സൈറ്റ് കൂടി ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അത് നിങ്ങളെ കാണിച്ചു തരാം. അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. എല്ലാവരും പൂക്കൾ അടർത്തുന്ന തിരക്കാണ് ഫസ്റ്റ്. അപ്പോൾ ആദ്യം തന്നെ ഞാനും കുറച്ച് പൂക്കളൊക്കെ അടർത്താനായിട്ട് ഇരുന്നു. വാടാമുല്ല പൂക്കളാണ് എനിക്ക് കിട്ടിയത്. അപ്പോൾ അതൊക്കെ ഞാൻ ഫാസ്റ്റായിട്ട് തന്നെ ചെയ്തു. മക്കളുടെ സെക്ഷനിൽ നിന്ന് 2 പിള്ളേരാണ് ഉണ്ടായിരുന്നത്. ഒന്ന് ടിനാമോള്, അത് ടോമിൻ്റെ കൊച്ചാണ്. പിന്നെ ഉള്ളത് സ്റ്റെഫിൻ, എൻ്റെ മോൻ. അങ്ങനെ 2 പേരായിരുന്നു ഉണ്ടായിരുന്നത്. മോള് നല്ലൊരു പാട്ടുകാരിയാണ്. യൂട്യൂബിൽ പാട്ട് ഉൾപ്പെടുത്താൻ പറ്റാത്തത് കൊണ്ട് എനിക്ക് അത് ആഡ് ചെയ്യാൻ പറ്റിയില്ല. കുട്ടിക്കാലത്ത് ഓണത്തിന് പൂക്കളിടാനായിട്ട് പറമ്പിലൂടെ നടന്ന് പൂ പറിച്ച ആ മനോഹരമായ കുട്ടിക്കാലവും ഓണക്കാലവും ഒക്കെ പുനർജനിക്കുന്നത് പോലെ തോന്നി. നമ്മൾ ഈ പൂവിടാൻ ആയിട്ട് പൂവിൻ്റെ ഇതള അടർത്തിയപ്പോഴും ഒക്കെ അത് കാണുന്നത് തന്നെ വലിയൊരു സന്തോഷമാണ്. ആ പഴയ ഓർമ്മകളൊക്കെ ഇങ്ങനെ മനസ്സിലിങ്ങനെ നിറഞ്ഞു. അത്രയും സന്തോഷമാണ് ഈ പൂവിടുന്നതും ഓണം ആഘോഷിക്കുമ്പോഴൊക്കെ കിട്ടുന്നത്. അപ്പോൾ പൂക്കളമൊക്കെ റെഡി ആയിട്ടുണ്ട്. എങ്ങനെയുണ്ട് ഞങ്ങളുടെ പൂക്കളം? കൊള്ളാവോ? അപ്പോൾ പൂക്കളം ഇട്ട് കഴിഞ്ഞാൽ ഞങ്ങളുടെ സ്ഥിരം പരിപാടി എന്താണെന്ന് വെച്ചാൽ പൂക്കളത്തിൻ്റെ അടുത്തിരുന്ന് ഫോട്ടോ എടുക്കുക. അതിപ്പോൾ ഇടക്കുന്നില്ല വീട്ടിലായിട്ടെങ്കിലും ഒരു ചെറിയ പൂക്കളം ഇട്ടാൽ പോലും ഞാൻ അതിൻ്റെ ഫോട്ടോയൊക്കെ എടുത്ത് വയ്ക്കാറുണ്ടായിരുന്നു. ഇനി ഞാൻ നമ്മുടെ ടിപ്സ് ഫോർ ഹാപ്പി ലൈഫിന് വേണ്ടിയിട്ട് ക്രിയേറ്റ് ചെയ്ത വെബ്സൈറ്റ് കാണിച്ചു തരാം. അതിൻ്റെ ഡൊമൈൻ നെയിം വരുന്നത് tipsforhappylife.com എന്നാണ്. അപ്പോൾ ഭാവിയിൽ ഈ വെബ്സൈറ്റിൽ നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് കൂടി ഉൾപ്പെടുത്തണമെന്നാണ് ആഗ്രഹം. ഇപ്പോൾ സമയമൊക്കെ അനുസരിച്ച് അതും കൂടി ചെയ്യാം. അപ്പോൾ സദ്യ കഴിക്കുന്നതിന് മുമ്പായിട്ട് നമുക്ക് വേഗത്തിൽ പാലട പായസം എങ്ങനെ തയ്യാറാക്കാം എന്ന് നോക്കാം. അപ്പോൾ അതിനായിട്ട് 100 ഗ്രാം പാലടയാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ 200 ഗ്രാമിൻ്റെ പാക്കാണെങ്കിൽ അതിൻ്റെ പകുതിയോളം എടുക്കുക. വളരെ സിമ്പിളാണ്. ഇത് നമുക്ക് കുറച്ച് വെള്ളത്തിലിട്ടൊന്ന് വേവിച്ചെടുക്കുകയാണ് ആദ്യം വേണ്ടത്. വെള്ളം തിളച്ച് കഴിഞ്ഞ് ഒരു 2 മിനിറ്റ് കൂടി വേവിച്ചാൽ മതി. വെന്ത ശേഷം നമുക്കിതൊന്ന് വെള്ളം ഊറ്റിക്കളയണം. ഒന്ന് തണുത്ത വെള്ളം ഒഴിച്ച് ഊറ്റിക്കളയുക. അത് നമുക്ക് മാറ്റി വയ്ക്കാം. പിന്നെ നമുക്ക് വേണ്ടത് 1 ലിറ്റർ പാല്. നല്ല കൊഴുപ്പുള്ള പാലാണെങ്കിൽ നമുക്ക് അതിലേക്ക് 1 ഗ്ലാസ് വെള്ളം കൂടി ചേർത്തിട്ട് ഉണ്ടാക്കാം. അപ്പോൾ ഒരുപാട് കുറുകി പോകാത്ത രീതിയിൽ, അങ്ങനെ ഇഷ്ടമുള്ളവർക്ക് ആ രീതിയിൽ ചെയ്യാം. എനിക്ക് കുറുകിയ പായസം അത്ര ഇഷ്ടമല്ല. അതുകൊണ്ട് 1 ഗ്ലാസ് വെള്ളം കൂടി ഞാൻ ഇതിൽ ചേർത്തു. നല്ല പാലാണ്. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇതിലേക്ക് 1 ഗ്ലാസ് വെള്ളം കൂടി ചേർത്തിട്ടാണ് ഉണ്ടാക്കുന്നത്. പഞ്ചസാരയുടെ കാര്യം ഓരോരുത്തരുടെയും ഹെൽത്ത് അനുസരിച്ചും കാര്യങ്ങൾ നോക്കിയിട്ട് വേണം പഞ്ചസാര ചേർക്കാനായിട്ട്. പഞ്ചസാര ഒരല്പം കുറഞ്ഞു പോയെന്നും പറഞ്ഞ് പായസത്തിന് രുചിക്കൊന്നും വലിയ വ്യത്യാസം ഇല്ല. അതോർത്ത് വിഷമിക്കേണ്ട. അപ്പോൾ ധൈര്യമായിട്ടും പഞ്ചസാര കുറച്ച് തന്നെ ഉണ്ടാക്കിക്കോളൂ. അത് ഓരോരുത്തരുടെ ഇഷ്ടം കേട്ടോ. പിന്നെ നമുക്ക് വേണ്ടത് കുറച്ച് കാഷ്നട്ട്, അതുപോലെ മുന്തിരി, അതുപോലെ തന്നെ ടേസ്റ്റിനായിട്ട് 2 ഏലയ്ക്ക. ഇത് ചതച്ചാണ് നമ്മൾ എടുക്കേണ്ടത്. പിന്നെ 1 ടേബിൾ സ്പൂൺ നെയ്യ്. പാല് വെള്ളം ചേർത്തിട്ട് ഒരു ചുവട് കട്ടിയുള്ള പാത്രത്തിൽ തിളപ്പിക്കാനായിട്ട് വെക്കുകയാണ് ആദ്യം ചെയ്യേണ്ടത്. ഇപ്പോൾ പാല് തിളച്ചു വന്നിട്ടുണ്ട്. ഇനി തയ്യാറാക്കി വെച്ചിരിക്കുന്ന പാലട കൂടി ചേർത്ത് ഇളക്കി കൊടുക്കണം. പാലും അടയുമൊക്കെ ആവശ്യത്തിന് വെന്ത് കുറുകി വരുന്ന ആ ഒരു പരുവത്തിന് നമുക്ക് ചതച്ച ഏലക്ക ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. നമുക്കൊരു പാനിൽ നെയ്യ് ഒഴിച്ചിട്ട് കശുവണ്ടിയും അതുപോലെ തന്നെ മുന്തിരിയും നെയ്യിൽ വറുത്തെടുത്ത് വയ്ക്കാം. അപ്പോൾ ആദ്യം കശുവണ്ടി വേണം ഇടാനായിട്ട്, മുന്തിരി ആദ്യം ചേർക്കരുത്. അപ്പോൾ കുറച്ചൊന്ന് കളർ മാറി വരുമ്പോൾ വേണം മുന്തിരി ചേർക്കാനായിട്ട്, അല്ലെങ്കിൽ മുന്തിരി പെട്ടെന്ന് കരിഞ്ഞു പോകും. അപ്പോൾ അതിന് ശേഷം നമുക്കിത് പായസത്തിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇപ്പം നമ്മുടെ പാലട പായസം റെഡി ആയിട്ടുണ്ട്. തീ ഓഫ് ചെയ്യാം. വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒന്നാണ്. വളരെ കുറച്ച് ഐറ്റംസ് മാത്രം ഇത് ഉണ്ടാക്കാനായിട്ട് മതി. അപ്പോൾ ബാച്ചിലേഴ്സിന് വരെ വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കാം. ഞാൻ ഈ പറഞ്ഞ പോലെ തന്നെ സിമ്പിളാണ് കേട്ടോ ഇത് ഉണ്ടാക്കാനായിട്ട്. ടേസ്റ്റും വളരെ നല്ലതാണ്. അപ്പോൾ എല്ലാവരും ഓണത്തിന് ഉണ്ടാക്കണം. എന്നെ സ്നേഹിക്കുന്ന എൻ്റെ എല്ലാ കൂട്ടുകാരും എല്ലാ പ്രിയപ്പെട്ടവരും ഓണസദ്യ കഴിക്കാൻ എന്നോടൊപ്പം ഉണ്ടെന്ന് കരുതിക്കൊണ്ട് അപ്പോൾ ഞാൻ ഓണസദ്യ കഴിക്കുകയാണ്. അപ്പോൾ നിങ്ങളുടെ സദ്യയിൽ തീർച്ചയായും ഞാനും ഉണ്ടാകും. നിങ്ങളുടെ എല്ലാം ഓണവും പുതുവർഷത്തിലെ ഓരോ ദിവസവും ഐശ്വര്യമുള്ളതാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു, ആശംസിക്കുന്നു. എല്ലാ പ്രിയപ്പെട്ടവർക്കും എൻ്റെയും ഹോസ്റ്റ് ഓണറ്റ് വെബ് സൊല്യൂഷൻ്റെയും സ്നേഹം നിറഞ്ഞ ഓണാശംസകൾ.
ഞാനെന്താണ് സെറ്റ് സാരി ഉടുക്കാത്തത് ഇപ്പോൾ പലർക്കും തോന്നുന്ന ഒരു ഡൗട്ടായിരിക്കും. അതെന്താണെന്ന് വെച്ചാൽ എനിക്ക് സാരിയേക്കാളും കൂടുതൽ കംഫർട്ടബിളായിട്ട് തോന്നുന്ന ആ ചുരിദാറാണ്. ഓടിച്ചാടിയൊക്കെ നടക്കാനായിട്ട് അതല്ലേ നല്ലത്. അതുകൊണ്ടാണ് ഞാൻ. അപ്പോൾ ഞങ്ങളുടെ ഹോസ്റ്റൽ റെസൊല്യൂഷനിലെ ഓണാഘോഷമാണ് നടക്കുന്നത്. ഇത് എങ്ങനെയുണ്ട്? സൂപ്പറല്ലേ? എനിക്ക് ഭയങ്കര ഇഷ്ടം മുല്ലപ്പൂ. ഞാൻ എൻ്റെ കസിൻസ് ചേച്ചിമാരുടെയൊക്കെ കല്യാണത്തിൻ്റെ തലേ ദിവസം തന്നെ പറയും മുല്ലപ്പൂ വേണം, അത് കുറേ മുല്ലപ്പൂ വേണമെന്നാണ് പറയുന്നത്. ഇത്രയൊന്നുമല്ല, ഒത്തിരി മുല്ലപ്പൂവാണ് ഞാൻ പറയണത്. എന്നിട്ട് മുല്ലപ്പൂ വാങ്ങിച്ചിട്ട് വരുമ്പോൾ എന്തായാലും ഇത്രയും നീളമൊക്കെ ഉണ്ടാകും മുല്ലപ്പൂ ഇതിനെ. എന്നാലും ഞാനിത് ഇങ്ങനെ അളക്കും. എന്നിട്ട് ഞാൻ അവിടെ നിന്ന് കഴിയും. അപ്പോൾ അത് ഒരു വീഡിയോഗ്രാഫർ അത് ഷൂട്ട് ചെയ്തിട്ട് അവരുടെ കല്യാണ ആൽബത്തിൽ കല്യാണത്തിൻ്റെ CD നോക്കിക്കഴിഞ്ഞാൽ ഇപ്പോഴും അത് കാണാം. ഞാൻ കുഞ്ഞായിരുന്നപ്പോഴാണ് ചെറിയ സ്കൂൾ ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്താണ്. അപ്പോൾ അത് ഇപ്പോഴും എൻ്റെ ചേച്ചിമാരൊക്കെ കണ്ട് കളിയാക്കാറുണ്ട്. മുല്ലപ്പൂവിന് വേണ്ടി കരഞ്ഞ ആളല്ലേ എന്ന് പറഞ്ഞു. അപ്പോൾ ഞങ്ങളിങ്ങോട്ട് വരുന്ന വഴിക്ക് സ്റ്റേഷൻ ചോദിച്ചു, അമ്മയ്ക്ക് എന്താ ഓണസാരി ഉടുക്കാഞ്ഞേന്ന് ചോദിച്ചേ. പിന്നെ അവൻ തന്നെ ആശ്വസിപ്പിച്ചെന്ന് പറഞ്ഞാൽ ഇത് പിന്നെ ഈ ഉടുപ്പെന്ന് പറയണ അവിയലിൻ്റെ നിറവല്ലേ, അതുകൊണ്ടാണ് ഇത് ഇട്ടതെന്ന് പറഞ്ഞാൽ മതി ആരെങ്കിലും ചോദിച്ചാൽ. ഞാൻ കോളേജിലൊക്കെ പഠിക്കുന്ന സമയത്ത് പിന്നെയും കൂടുതലായിട്ട് സാരി ഉപയോഗിക്കാറുണ്ട്. ഇപ്പോൾ ഒരു മടിയാണ്. പക്ഷേ കൊടുത്തു കഴിഞ്ഞാൽ എവിടെയെങ്കിലും കുറച്ച് പോവാന്നൊക്കെ ഉള്ള പേടി കാരണം കൊണ്ട് കല്യാണം കഴിഞ്ഞ് ഞങ്ങളുടെ അടുത്ത് സാരി കൊടുത്ത് പോയി. ഇടയ്ക്ക് വന്നപ്പോൾ എനിക്കൊരു ഡൗട്ട്, സാരി ഉരിയാനുണ്ടാകുന്നത് സംശയം. അങ്ങനെ വന്ന് ഞങ്ങളത് പിന്നെ ഞാൻ എവിടെയെങ്കിലും സാരി കൊടുത്തുകൊണ്ട് പോകാമെന്ന് പറഞ്ഞാൽ ശിവനേട്ടൻ പോലെ വേണമെന്നില്ല, ചുരിദാർ ഇട്ടാൽ മതി, കുറച്ച് സേഫ്റ്റി അതല്ലേ എന്ന് പറഞ്ഞു. പക്ഷെ അമ്മയ്ക്ക് സാരി ഉടുക്കുന്നത് ഇഷ്ടമാണ്. അമ്മ ഇടയ്ക്ക് പറയും, ഇപ്പോഴങ്ങനല്ല, കുറച്ച് നാളിന് മുമ്പ് വരെയൊക്കെ അമ്മ പറയും പള്ളിയിലൊക്കെ പോകുമ്പോൾ സാരി ഉടുക്കണം കേട്ടാന്ന് പറയും. അപ്പം അങ്ങനെ ഞാൻ ഇപ്പോഴും ഉടുക്കാറുണ്ടായിരുന്നു. പക്ഷെ ഇപ്പോൾ ബ്ലൗസ് കറക്റ്റ് ഇല്ല. അപ്പോൾ ഒരു കോള് വരുന്നുണ്ട്.